കാത്ലീൻ എഴുതിയെന്നു പറയുന്ന വിൽപത്രത്തിൽ ഷിപ്മാൻ്റെ വിരൽ അടയാളവും കണ്ടെത്തി. വിൽപത്രം ടൈപ്പ് ചെയ്യുന്നതിന് ഒരു ടൈപ്പ് റൈറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരക്ഷരത്തിൽ പൊട്ടലുണ്ട്. ഷിപ്മാൻ്റെ കൈവശമുള്ള ടൈപ്പ് റൈറ്റർ പരിശോധിച്ചപ്പോൾ വിൽപത്രത്തിലുള്ള അതേ അക്ഷരത്തിൽ എങ്ങനെ പൊട്ടൽ വന്നുവെന്നും മനസ്സിലായി. ഇതോടെ കാത്ലീൻ്റെ പേരിലുള്ള വിൽപത്രം ഷിപ്മാൻ കെട്ടിച്ചമച്ചതാണെന്ന് തെളിയാൻ കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല. ഉടൻ തന്നെ ഇയാളുടെ ചികിത്സയിൽ മരിച്ച 11 രോഗികളുടെ കൂടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചു. അവരുടെ ശരീരത്തിലും അമിതമായ അളവിൽ വേദന സംഹാരികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1998 സെപ്റ്റംബർ 7 ഷിപ്മാൻ അറസ്റ്റിലായി. ഷിപ്മാൻ അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളുടെ ചികിത്സയിൽ മരിച്ച രോഗികളുടെ കുടുംബാംഗങ്ങൾ സമാനമായ പരാതി ഉന്നയിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി. മരിച്ചവരിൽ ഭൂരിഭാഗവും വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകളായിരുന്നു. അന്വേഷണം മുന്നോട്ടു പോകെ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുവരുന്ന ഒരു ടാക്സി ഡ്രൈവർ പോലീസിനെ സമീപിച്ച് ഒരു കാര്യം പറഞ്ഞു. താൻ കൊണ്ടുവന്ന രോഗികളിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ഷിപ്മാൻ്റെ ചികിത്സയിലായിരുന്നു. മരണം സംഭവിക്കാനുള്ള രോഗങ്ങൾ യാതൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. പലരും മാസം തോറുമുള്ള ചെക്കപ്പിനെത്തിയതായിരുന്നു. പിന്നീട് അവരെല്ലാം മരിച്ചതായാണ് അറിഞ്ഞത്. എനിക്കതിൽ ദുരൂഹത തോന്നുന്നു. 1999 ഷിപ്മാൻ്റെ വിചാരണ ആരംഭിച്ചു. 1995 മുതൽ 1998 വരെയുള്ള കാലഘട്ടത്തിൽ മരിച്ച 15 സ്ത്രീകളുടെ കൊലപാതകമാണ് ഇയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്നത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ തെളിവുകളായതിനാൽ ഷിപ്മാന് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. 15 കൊലപാതകങ്ങളും ചെയ്തത് ഷിപ്മാനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞതായി കോടതി വിധിച്ചു. കാത്ലീൻ്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ വ്യാജ വിൽപത്രം കെട്ടിച്ചമച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് തെളിഞ്ഞതായി കോടതി പറഞ്ഞു. 2000 ജനുവരി 31 15 കൊലപാതകങ്ങൾക്കും വ്യാജരേഖ ചമച്ചതിനും ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. വിധി കേട്ടപ്പോൾ തികച്ചും നിർവികാരമായാണ് ഷിപ്മാൻ പ്രതികരിച്ചത്. വിചാരണയിലും അയാൾ വലിയ ആത്മവിശ്വാസമൊന്നും പ്രകടിപ്പിച്ചില്ല. UK കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരുന്ന മോൺസ്റ്റർ പ്രിസൺ എന്നറിയപ്പെടുന്ന വേക്ക്ഫീൽഡിലെ HM പ്രിസണിലാണ് ഷിപ്മാനെ തടവിൽ പാർപ്പിച്ചത്. ഷിപ്മാന് ശിക്ഷ ലഭിച്ചതിന് ശേഷവും പോലീസ് അന്വേഷണം നിർത്തിയില്ല. ഇയാളുടെ ചികിത്സയിൽ മരണപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചുകൊണ്ടേയിരുന്നു. വെസ്റ്റ് യോർക്ക്ഷയറിലെ പോലീസ് ഡിറ്റക്റ്റീവ് ക്രിസ് ഗ്രിഗറിനായിരുന്നു അന്വേഷണ ചുമതല. 1975 മുതൽ 1998 വരെയുള്ള കാലഘട്ടത്തിൽ അയാൾ കുറഞ്ഞത് 218 പേരെയെങ്കിലും കൊന്നുവെന്ന് ക്രിസ് ഗ്രെഗ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ ഭൂരിഭാഗവും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകൾ. ഷിപ്മാൻ്റെ ഇരകളിൽ 4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുഞ്ഞുമുണ്ടായിരുന്നു. സെറിബ്രൽ പാൾസിയുള്ള ഈ കുട്ടിയെ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് 1972 ഷിപ്മാൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷിപ്മാൻ റൗണ്ട്സിനായി മുറിയിലെത്തിയപ്പോൾ ചായ കുടിക്കാനായി കുട്ടിയുടെ അമ്മ 10 മിനിറ്റ് നേരത്തേക്ക് പുറത്തുപോയി. തിരിച്ചു വന്നപ്പോഴേക്കും മകൾ മരിച്ചുപോയെന്ന വിവരമാണ് അറിഞ്ഞത്. തുടരന്വേഷണം മുന്നോട്ടു പോകവേ 2004 ജനുവരി 13 ഷിപ്മാൻ തൂങ്ങി മരിച്ചു. തടവിൽ പാർപ്പിച്ചിരുന്ന സെല്ലിൽ കിടക്കവിരി ജനലിൽ കെട്ടി തൂങ്ങിയ നിലയിലാണ് അയാളെ കണ്ടെത്തിയത്. ഷിപ്മാന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന ആരോപണവുമായി കുടുംബാംഗങ്ങൾ രംഗത്തു വന്നിരുന്നു. മാത്രവുമല്ല, ഇയാൾ കൊലപാതകിയല്ലെന്നും നിരപരാധിയാണെന്നുമാണ് ഭാര്യ വിശ്വസിച്ചിരുന്നത്. ഷിപ്മാന്റെ മരണശേഷം അയാളുടെ ഗാരേജിൽ നടന്ന പരിശോധനയിൽ വിലപിടിപ്പുള്ള ഒട്ടേറെ ആഭരണങ്ങൾ കണ്ടെത്തി. അത് ഇരകളിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. 218 കൊലപാതകങ്ങളാണ് ഷിപ്മാൻ ചെയ്തതായി സ്ഥിരീകരിച്ചത്. പക്ഷേ അത് 250-ലേറെ വരുമെന്ന് സംശയിക്കപ്പെടുന്നു. എന്തായിരുന്നു ഷിപ്മാന്റെ ഉദ്ദേശം? കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള ഷിപ്മാന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ക്യാൻസർ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷിപ്മാന്റെ അമ്മ മരിച്ചത് വേദന സംഹാരിയുടെ ഓവർഡോസിലാണെന്ന് പറയപ്പെടുന്നു. അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു ഇയാളെന്ന് ചില മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. വൃദ്ധരും രോഗികളും സമൂഹത്തിന് ഭാരമാണെന്ന് ഇയാൾ ചിന്തിച്ചിരുന്നതായും മറ്റൊരു വാദമുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും എന്തുകൊണ്ട് സ്ത്രീകളായി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല.